നമസ്കാരം. ഭീകരതയ്ക്ക് മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കില്ല എന്ന് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുമ്പോഴും അതിലും വലിയ വാർത്തകൾ ഇപ്പോൾ കശ്മീരിൽ നിന്നും മറനീക്കി പുറത്തു വരികയാണ്. വിനോദസഞ്ചാര മേഖലയിൽ ഭീകരാക്രമണം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിരുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സൂചന ശരിയാണെങ്കിൽ എന്തുകൊണ്ട് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന പഹൽഗാമിലെ ഭീകരാക്രമണം നടന്ന ബൈസരൻ താഴ്വരയിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചില്ല എന്നുള്ള ഒരു പ്രധാന ചോദ്യമാണ് ഉയരുന്നത്. മതിയായ സുരക്ഷാ സേന അവിടെ ഉണ്ടായിരുന്നില്ല. 2 ടീമായിട്ടുണ്ടായിരുന്ന CRPFനെ കഴിഞ്ഞ വർഷം അവിടെ നിന്നും മാറ്റിയിരുന്നു. എല്ലാ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും ഉണ്ടായിട്ടും പൈൻമര കാടുകളിലൂടെ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയത് കണ്ടുപിടിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഇപ്പോൾ ബാക്കിയാവുകയാണ്. കഴിഞ്ഞയാഴ്ച ശ്രീനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ റിവ്യൂ യോഗം എന്ന തരത്തിലൊരു യോഗം ചേർന്നിരുന്നു. കശ്മീരിൻ്റെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് നടക്കുന്ന ആ ഒരു നിർണായക ചർച്ചയിൽ പക്ഷേ അതേ കശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള പങ്കെടുത്തിരുന്നില്ല. മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. അതെന്താണ്? കശ്മീരിൻ്റെ തലവനെ മാറ്റിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ത് സുരക്ഷാ ചർച്ചയാണ് ശ്രീനഗറിൽ നടത്തിയതെന്ന ചോദ്യത്തിന് രാജ്യം ഭരിക്കുന്നവർ ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ മുൻപിൽ അമിത്ഷായെ സംബന്ധിച്ച കാര്യകാരണ സഹിതം ഇക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ട് വരും. അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ റിവ്യൂ യോഗം നടന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഭീകരവാദികൾ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് സിവിലിയന്മാരായിട്ടുള്ള 28ഓളം ആളുകളുടെ ജീവനാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അമിത്ഷാ ചോദിച്ച ഒരു പ്രധാന ചോദ്യമുണ്ട്. കശ്മീർ പൂർണ്ണ സുരക്ഷിതമല്ലേ? ഇവിടെ നിന്ന് ഒരു വെടിയുണ്ടയുടെ ശബ്ദമെങ്കിലും കേൾക്കാറുണ്ടോ? ഇതായിരുന്നു ആ ചോദ്യം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കശ്മീർ പൂർണ്ണ സുരക്ഷിതമാണെന്നും വിനോദസഞ്ചാരികൾക്ക് യഥേഷ്ടം ഇവിടേക്ക് വരാമെന്നുമൊക്കെ വലിയ വായിലെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ആ ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞതിന് ശേഷം ഭീകരവാദ ആക്രമണങ്ങൾ ഒട്ടും തന്നെ അവിടെ കുറഞ്ഞിട്ടില്ല. കോവിഡ് കാലത്ത് പോലും 250-ന് മുകളിൽ മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 21-ാം നൂറ്റാണ്ട് പിന്നിട്ടിട്ട് 25 വർഷം തികയുമ്പോൾ ഏറ്റുമുട്ടലുകളിലും ഭീകരാക്രമണങ്ങളുമായി ഇപ്പോൾ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ 25 വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് 22,417 ആളുകളാണ്. ഇതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടലിൻ്റെ കണക്കുകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതനുസരിച്ച് 25 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ മരണങ്ങൾ രേഖപ്പെടുത്തിയത് 2012-ലായിരുന്നു. 121 മരണം. അതായത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ UPA കാലത്താണ് ഏറ്റവും അധികം കുറവ് രേഖപ്പെടുത്തിയത്. 2024-ൽ 61 സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിലും 127 മരണങ്ങൾ സംഭവിച്ചു. ഈ വർഷം 12 സംഭവങ്ങളിലായിട്ട് 27 സിവിലിയന്മാരും 8 സുരക്ഷാ ഉദ്യോഗസ്ഥരും 13 ഭീകരരും കൊല്ലപ്പെട്ടു. ആകെ 49 മരണം. ഇത്തരത്തിൽ കണക്കുകളിൽ കേന്ദ്രത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ട് പോലും ഭീകരാക്രമണം അത് ഗണ്യമായി കുറഞ്ഞുവെന്ന് പറയാൻ സാധിക്കുകയില്ല. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.